പ്രിയദർശിനി പദ്ധതിയിലെ ബസ് ജീവനക്കാർക്ക് നേരെയുണ്ടാകുന്ന കയ്യേറ്റങ്ങൾക്കും തടസ്സപ്പെടുത്തലുകൾക്കുമെതിരെ രൂക്ഷമായ മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി CP ജോൺ രംഗത്ത്. പ്രിയദർശിനി ബസ്സുകളിലെ ജീവനക്കാരെ സ്വകാര്യ ബസ് ജീവനക്കാർ വഴിയിൽ തടയുകയും ആക്രമിക്കുന്നതും ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതിനു പുറമെ സ്ത്രീകൾക്കായി അനുവദിച്ചിട്ടുള്ള സീറോ ടിക്കറ്റുകൾ പുരുഷന്മാർക്ക് നൽകി ചില കണ്ടക്ടർമാർ പണം തട്ടുന്നുണ്ടെന്ന ആരോപണത്തിൽ ശക്തമായ പരിശോധന നടത്തുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസ് മേഖലയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച പത്മകുമാർ കമ്മിറ്റി റിപ്പോർട്ട് ഉടനെ ലഭ്യമാകുമെന്നും വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടികൾ തുടരുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയദർശിനി ബസ്സുകളിലെ ജീവനക്കാരെ സ്വകാര്യ ബസ് ജീവനക്കാർ വഴിയിൽ തടയുന്നതും കായികമായി ആക്രമിക്കുന്നതും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് ഗതാഗത മന്ത്രി വീണ്ടും വ്യക്തമാക്കി. ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അതിശക്തമായ പോലീസ് നടപടി തുടരുമെന്നും അനാവശ്യമായ ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും മുതിരാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്നും മന്ത്രി കർശന ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. സർക്കാർ സ്വന്തമായി പണം അങ്ങോട്ട് നൽകിയാണ് പ്രിയദർശിനി ബസ് സർവീസുകൾ പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കി വരുന്നതെന്ന് മന്ത്രി CP ജോൺ ചൂണ്ടിക്കാണിച്ചു. പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാത്ത സേവനം നൽകുന്ന ഈ ബസ്സുകളെയും ജീവനക്കാരെയും ആക്രമിക്കാൻ അനാവശ്യമായി തുനിയരുതെന്നും സർവീസുകൾ തടസ്സപ്പെടുത്തുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി പ്രതിരോധിക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്കായി മാറ്റിവെച്ചിട്ടുള്ള സീറോ ടിക്കറ്റുകൾ പുരുഷന്മാർക്ക് നൽകി യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് നിരക്ക് ഈടാക്കി ചില കണ്ടക്ടർമാർ പണം തട്ടുന്നുണ്ടെന്ന കടുത്ത പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പുരുഷന്മാരിൽ നിന്ന് പണം വാങ്ങി സീറോ ടിക്കറ്റ് നൽകുന്ന ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത അച്ചടക്ക നടപടികളും നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്കായി സൗജന്യ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ പുരുഷന്മാർക്ക് സീറോ ടിക്കറ്റ് നൽകി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തങ്ങൾ ഇരിക്കുന്ന കമ്പ് തന്നെ വെട്ടുന്നതിന് തുല്യമായ അബദ്ധമാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ഓർപ്പിച്ചു. പൊതുജനക്ഷേമം മുൻനിർത്തി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അഴിമതികളും നടത്തിയാൽ അതീവ ഗൗരവത്തോടെ കാണുമെന്നും കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയിൽ സർവീസുകൾ തമ്മിലുള്ള തർക്കങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുമ്പോൾ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് സർക്കാർ തന്ത്രപരമായ നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഒരുപോലെ അനുയോജ്യമായ നിലപാടുകളോടെ മുന്നോട്ടു പോകുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഗതാഗത മന്ത്രി CP ജോൺ നൽകുന്നത്. സ്വകാര്യ ബസ്സുകളുടെ വിവിധ വിഷയങ്ങളും പ്രായോഗിക പ്രശ്നങ്ങളും വിശദമായി പഠിക്കുന്നതിനായി നിയോഗിച്ച പത്മകുമാർ കമ്മിറ്റിയുടെ നിർണായക റിപ്പോർട്ട് ഉടൻ തന്നെ ഗതാഗത വകുപ്പിനെ സമർപ്പിക്കും. KSRTCയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാതെയും അതേസമയം സ്വകാര്യ ബസ് മേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് ഗതാഗത മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ ഗവി ഉൾപ്പെടെയുള്ള പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിലവിൽ സർവീസ് നടത്തുന്ന പ്രിയദർശിനി ബസ്സുകളിലെ അമിതമായ തിരക്ക് വരും ദിവസങ്ങളിൽ സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയും മന്ത്രി മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. സ്വകാര്യ ബസ് മേഖലയിലെ പരാതികൾ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ യാത്രാ സൗകര്യം ഉറപ്പാക്കുക എന്ന പ്രധാന ലക്ഷ്യത്തിലേക്കാണ് ഗതാഗത വകുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രിയദർശിനി ബസ് ജീവനക്കാർക്ക് നേരെയുള്ള അക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി സ്പഷ്ടമാക്കിയതോടെ സംസ്ഥാനത്തെ ഗതാഗത മേഖലയിൽ വരും ദിവസങ്ങളിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഉറപ്പായിരിക്കുന്നത്.